നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ജർമ്മനിയിലെ ഹാംബോൾട്ട് സർവകലാശാലയിൽ നിന്ന് 1 കോടി രൂപയുടെ ഇൻഹെറിറ്റ് ഫെലോഷിപ്പ് നേടിയ ഡോക്ടർ മാളവിക ബിന്നിയാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. കെയ്റ്റ് ഹാംബർഗർ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡിയുടെ 2026-27 ഇൻഹെറിറ്റ് ഫെലോ ആയി ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തി കൂടിയാണ് ഡോക്ടർ മാളവിക. ആഗോളതലത്തിൽ 10-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ ഫെലോഷിപ്പിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സ്വാഗതം ഡോക്ടർ മാളവിക ബിന്നി ന്യൂസ് 3യിലേക്ക്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒപ്പം ഈ ഒരു ഫെലോഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എങ്ങനെയായിരുന്നു കഴിഞ്ഞ നാളുകൾ എന്നൊന്ന് പറയാമോ? അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹംബോൾട്ട് യൂണിവേഴ്സിറ്റിയുടെ കേറ്റ് ഹാംബർഗ് അഡ്വാൻസ് സ്റ്റഡി സെന്റർ അവർ ഹെറിറ്റേജിനും ഹിസ്റ്ററി എന്നുള്ള തീംസിന് വേണ്ടിയാണ് ഈ ഒരു ഫെലോഷിപ്പ് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു ഇന്ത്യൻ സ്നേഹ ഗാംഗുലി എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 1 year ലോങ് പ്രോസസ്സാണ്. 1 വർഷം മുമ്പേ തന്നെ നമ്മളൊരു പ്രപ്പോസൽ അയച്ചു കൊടുക്കുകയും ആ പ്രപ്പോസൽ ലോകത്തിനെമ്പാടുമുള്ള ഹെറിറ്റേജ് പ്രാക്ടീഷണേഴ്സ്, ഇപ്പം മ്യൂസിയത്തിനെ സംബന്ധിച്ച് വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, ചരിത്രത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഹെറിറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള NGOs റൺ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് ഈ വർഷം ഏകദേശം 500ഓളം ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ, എന്നെ പോലെയുള്ള ഇൻഡിവിജ്വൽ ഗവേഷകരും അതേപോലെ തന്നെ ഓർഗനൈസേഷൻസും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അവരുടെ ആ ഓഫർ ലെറ്ററിൽ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആദ്യം 1 വർഷം മുമ്പ് ഇതിനെ അയച്ചു കൊടുക്കുക. കഴിഞ്ഞ മാർച്ചിലാണെന്നാണ് എൻ്റെ വിശ്വാസം. 2024 മാർച്ചിൽ നമ്മളിതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ട് അതിനകത്ത് തന്നെ കീ ഏരിയ എന്താണ്, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അവർ ചോദിച്ചായിരുന്നു. അപ്പം അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂ പ്രോസസ്സ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 3 ഘട്ടങ്ങളിലൂടെയും പോയിട്ടാണ് ഈ ഒരു ഫെലോഷിപ്പ് കിട്ടിയത്. തീർച്ചയായിട്ടും അംബേദ്കർ ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജെൻഡർ പൊളിറ്റിക്സും ജെൻഡർ ഇക്വാളിറ്റിയെയും കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ആളുകളിൽ പ്രമുഖയാണ് ഡോക്ടർ മാളവിക ബിന്നി. പഠനത്തിനായി തിരഞ്ഞെടുത്തപ്പോഴും അവിടെയും സ്ത്രീയുടെ ഒരു സാന്നിധ്യം, സ്ത്രീകളെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. ഈ കാസ്റ്റ് മെറ്റീരിയലിസം, അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാമോ? എൻ്റെ ഒരു ലൈഫ് ലോങ് ഡ്രീമാണ് ഒരു ദളിത് വിമൻസ് ആർക്കൈവ് സ്ഥാപിക്കുക എന്നുള്ളത്. കാരണം ഇപ്പൊ നമ്മൾ വിമൻസ് ആർക്കൈവ് ചില സ്ഥലങ്ങളിലെങ്കിലും ഇന്ത്യയിലുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഒപ്രസ്ഡ് അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, പാർശ്വവൽക്കരിക്കപ്പെടാത്ത ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്ത്രീകളുടെ ബയോഗ്രഫികളും ഓട്ടോബയോഗ്രഫികളും ഒക്കെ നിരവധിയുണ്ട്. അത് തന്നെ നമുക്ക് കുറച്ചൊരു കൊളോണിയൽ സമയം കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ കാണുന്നത്. എന്നാലും നമുക്ക് അതിപ്പോ കാണാൻ പറ്റും, പല സിലബസുകളുടെയും ഭാഗമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ദളിത് സ്ത്രീ ചരിത്രം വളരെ അണ്ടർ റെപ്രസെന്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം പലപ്പോഴും ഞാനിപ്പോ ദളിത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മിക്കവാറും ഒരു ദളിത് പുരുഷന്റെ അല്ലെങ്കിൽ ഒരു ദളിത് കർഷകന്റെ മുഖമായിരിക്കും. ദളിത് സ്ത്രീ എന്നുള്ളത് പലപ്പോഴും, സ്ത്രീ ചരിത്രം എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും സവർണ സ്ത്രീ ചരിത്രവും, ദളിത് ചരിത്രം എന്ന് പറയുമ്പോൾ അത് ദളിത് പുരുഷ ചരിത്രമായി മാറാറുണ്ട്. അപ്പൊ ഇത് 2 മേഖലയിലും ദളിത് സ്ത്രീ വളരെ അദൃശ്യവൽക്കരിക്കപ്പെട്ട ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെയാണ്, അതുമല്ല ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ ആയ അമ്മൂമ്മമാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഒരുപാട് പറയാനുണ്ടായിരിക്കും. പലപ്പോഴും അവർ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം കാരണം അവർക്ക് ഒരു ഡയറി പോലും എഴുതി വെക്കാൻ ഉള്ള ഒരു ചുറ്റുപാട് ഉണ്ടാവില്ല, പർട്ടിക്കുലർലി ദളിത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക്. പക്ഷെ അവരുടെ ജീവിതങ്ങളും ചരിത്രത്തിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോൾസ് പ്ലേ ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. കാരണം ഈ കൊളോണിയൽ മോഡേൺ, ഈ കേരളത്തിൽ ആധുനികത വരുന്ന സമയത്തും നവോത്ഥാന സമയത്തും ഒക്കെ കടന്നുപോയ ഒരു വിഭാഗമാണ്. അതിന്റെ അവരെ തന്നെ നവീകരിച്ച പല പല പ്രോസസ്സുകളിലൂടെ പോയൊരു വിഭാഗമാണ്. പക്ഷെ ഇത് എഴുതവെക്കപ്പെടാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ഈ ചരിത്രങ്ങൾ പലപ്പോഴും ടോട്ടലി അണ്ടർ റെപ്രസെന്റ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അദൃശ്യവൽക്കരിക്കപ്പെട്ട അതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ചരിത്രം വളരെ അമൂല്യമായിട്ട്, ദളിത് സ്ത്രീ, ഞാനതിന് പറയുന്നത് ദളിത് അമ്മൂമ്മമാരുടെ ചരിത്രം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ അമ്മൂമ്മമാർ ആദ്യമായിട്ട് സ്കൂളിൽ പോയ അവരിപ്പം നമുക്കറിയാലോ, അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂളിൽ പഞ്ചമിയെ കൊണ്ട് പോയ ഒരു ചരിത്രമുള്ള ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ ആ പഞ്ചമിയുടെ
ഒരു ചരിത്രം നമ്മൾ ഇതുവരെ എഴുതിയിട്ടില്ല. അവർക്ക് എന്തായിരിക്കും പറയാനുള്ള? അവരുടെ ഇപ്പം നമ്മൾ വേൾഡ് എടുത്ത് നോക്കിയ റൂബി ബ്രിഡ്ജസ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. അവരാണ് ആദ്യമായിട്ടൊരു സെഗ്രിഗേറ്റഡ് അല്ലാത്ത, അതായത് വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും ഒരുമിച്ച് പഠിച്ച ഒരു സ്കൂളിൽ വെളുത്ത വർഗ്ഗക്കാർ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്കൂളിലേക്ക് ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു കുഞ്ഞ് ആദ്യം പഠിക്കാൻ പോകുന്നത് ഈ റൂബി ബ്രിഡ്ജസ് ആണ്. അങ്ങനെ ആ സ്കൂള് തന്നെ ഒരു മിക്സ്ഡ് സ്കൂളായിട്ട് മാറുന്ന ചരിത്രം റൂബി ബ്രിഡ്ജസിനുണ്ട്. പക്ഷെ റൂബി ബ്രിഡ്ജസ് ഇപ്പൊ ലോകം എമ്പാടും അറിയപ്പെടുന്ന ആളാണ്. അവർ പല സെമിനാറുകളിൽ പോയി സംസാരിക്കാറുണ്ട്. അവരുടെ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ അയ്യാളി കൊണ്ട് ചേർത്ത് പഞ്ചമിയുടെ ചരിത്രം എഴുതപ്പെട്ടിട്ടില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ആളെ ഇപ്പം അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷമായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യും. പക്ഷെ ഇതുപോലെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന, ആദ്യമായിട്ട് കോളേജിൽ പോകുന്ന എത്രയോ, ഇപ്പൊ ദാക്ഷായണി വേലായുധൻ അതിന് നമുക്ക് വളരെ വലിയ എക്സാമ്പിൾ ആണ്. എന്നിട്ട് അവർ കോൺസ്റ്റന്റ് അസംബ്ലിയിൽ വരെ പാർട്ടാകുന്നുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ചരിത്രം മാപ്പ് ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട്. ഇതല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ദളിത് വിമൻ അച്ചീവേഴ്സിന്റെ മാത്രമല്ല, സ്ട്രഗിൾ ചെയ്തവരുടെയും ട്രോമ അനുഭവിച്ചവരുടെയും പല രീതിയിലുള്ള വിവേചനങ്ങൾ അനുഭവിച്ച ഒരു ലാർജ് സെറ്റ് ഓഫ് മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ചരിത്രം മാപ്പ് ചെയ്യണമെന്ന് ഭയങ്കര കുറച്ച് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ അതിനൊരു ആർക്കൈവ് സ്ഥാപിക്കണം. മിനിമം ഒരു 1000 ദളിത് സ്ത്രീകളുടെ ചരിത്രം, അവർക്ക് പറയാനുള്ള കഥകളും അവർ വളർന്ന സാഹചര്യങ്ങളും അവരുടെ സ്കൂൾ ജീവിതാനുഭവങ്ങളും അവരുടെ ഓഫീസ് ജീവിതാനുഭവങ്ങളും വൈവാഹിക അനുഭവങ്ങളും ഇത് മേ ബി ഒരു മെയിൻ സ്ട്രീം അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെയാണ്. ഞാനിപ്പോൾ ഏകദേശം 45ഓളം സ്ത്രീകളെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞു. അവരിൽ നിന്ന് കേൾക്കുന്ന, പലപ്പോഴും നമ്മൾ ദളിത് സ്ത്രീ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വിക്ടിം പോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഞാൻ പല ദളിത് അമ്മൂമ്മമാരോട്, 90 വയസ്സുള്ള അമ്മൂമ്മമാരോടൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ അമ്മൂമ്മരൊക്കെ പറഞ്ഞത്, മോളെ എനിക്കെല്ലാം കിട്ടിയല്ലോ, ഞാൻ വന്ന ഒന്നും ഇല്ലാത്തതിൽ നിന്ന് വന്ന് എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലായി, ഞാൻ എന്നെ തന്നെ കാണുന്നത് ഒരുപാട് നേടിയൊരു സ്ത്രീയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ ഈ സാധാരണ കാണുന്ന വിക്ടിം സ്റ്റീരിയോ ടൈപ്പിലാണ് ദളിത് സ്ത്രീയെ കാണുന്നത്. പക്ഷെ ഈ അമ്മൂമ്മമാര്, ഈ ദളിത് സ്ത്രീകൾ അവരെ തന്നെ കാണുന്നത് വിക്ടേഴ്സ് ആയിട്ടാണ്, പോരാളികളായിട്ടും ജയാളികളായിട്ടുമാണ് കാണുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു എൻ്റെ റിസർച്ചിൽ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് തന്നെ, അപ്പൊ അതിന് പറ്റിയ ഫണ്ടിങ് എവിടെ നിന്ന് കിട്ടും, അങ്ങനെ ഒരു പ്രൊജക്ട് എവിടെ നിന്ന് കിട്ടും, ഞാൻ കുറച്ച് നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇവരുടെ ഹെറിറ്റേജ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ദളിത് ഹെറിറ്റേജ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും, അതിൽ തന്നെ ദളിത് സ്ത്രീ ഹെറിറ്റേജ് എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഫണ്ടമെന്റൽ ആയിട്ട് ആണ് ഇതിനകത്ത്. അതുപോലെ തന്നെ പൈതൃകം, ആ വാക്ക് പോലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പിതാവിൽ നിന്ന് വരുന്ന ഒരു വാക്കല്ലേ പൈതൃകം എന്നുള്ളത്. നമ്മൾ മാതൃകം എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ടേം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഹെറിറ്റേജ് പലപ്പോഴും ഇപ്പൊ നമ്മളൊരു മ്യൂസിയത്തിൽ, ആരെങ്കിലും ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മളെല്ലാവരും തന്നെ. നമ്മൾ മ്യൂസിയത്തിൽ പോകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? രാജാക്കന്മാരുടെ കിരീടങ്ങൾ, അവരുടെ ഉടവാളുകൾ, അല്ലെങ്കിൽ ആ പണ്ട് കാലത്ത് ഒരു ഹയർ കാസ്റ്റ് എന്ന് പറയപ്പെടുന്ന ആ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഇപ്പൊ ഒരു വെറ്റിലച്ചെല്ലം, ഗ്രാമഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ മിക്ക മ്യൂസിയത്തിൽ. ഒരു സ്ത്രീയുടെ ചരിത്രം മാർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതം സൂചിപ്പിക്കുന്ന എന്താണ് ഒരു മ്യൂസിയത്തിലുള്ളത്? അവരുപയോഗിച്ച അടുക്കളയിലുള്ള വസ്തുക്കളോ പാത്രങ്ങളോ പലപ്പോഴും ഗൃഹോപകരണങ്ങളാണ് കാണുന്നത്. പക്ഷെ ജോലി ചെയ്ത ഒരുപാട് സ്ത്രീകളില്ലേ നമ്മുടെ ഇടയ്ക്ക്? ഉറപ്പായിട്ടും. ഒരു അരിവാൾ വെച്ചാൽ ഒരു സ്ത്രീയുടെ എത്ര വലിയ ചരിത്രം ഒരു അരിവാളിന് പറയാനുണ്ടായിരിക്കും അല്ലേ? ആ അരിവാള് എങ്ങനെയാണ് വന്നത്, അത് എത്ര ജനറേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അത് ചിന്തിക്കുന്നില്ല. നമ്മുടെ മ്യൂസിയങ്ങളെ കുറെ കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും ചരിത്രം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാക്കി അങ്ങനെ മ്യൂസിയങ്ങളെ ജനാധിപത്യവൽക്കരിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ എവ്രിഡേ മ്യൂസിയം എന്ന് പറഞ്ഞ് നമ്മൾ ചില മ്യൂസിയങ്ങളെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ കാണിക്കുന്ന എവ്രിഡേ എന്ന് പറയുന്നത് സവർണ ചരിത്രമാണ്. ഒരു സവർണ അടുക്കളയാണ് പലപ്പോഴും നമ്മൾ ഈ അടുക്കള എന്ന് പറഞ്ഞ് കാണിക്കുന്ന മ്യൂസിയങ്ങളിൽ കാണുന്നത്. ഒരു ചാളയിലുള്ള ഒരു അടുക്കളയോ അല്ലെങ്കിൽ ഒരു കുടിലുള്ള ഒരു അടുക്കളയോ നമ്മുടെ സങ്കല്പത്തിൽ പോലും ഒരു മ്യൂസിയത്തിന് അർഹമായിട്ടുള്ളൊരു, ആ മ്യൂസിയത്തിൽ വെക്കാൻ അർഹമായിട്ടുള്ള അടുക്കളയായിട്ട് നമ്മുടെ ചിന്തയിൽ പോകുന്നില്ല. പക്ഷെ അവരും ചരിത്രത്തിന്റെ ഭാഗമല്ലേ? മേ ബി ഏറ്റവും വലിയൊരു സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ അതാണല്ലോ. അപ്പൊ ഇങ്ങനെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പലപ്പോഴും ജാതിയുടെ ഒരു ബേസിക് ഘടന എന്ന് പറയുന്നത്. അത് പല മെറ്റീരിയൽ, ഇപ്പം ലോഹം കൈകാര്യം ചെയ്യുന്നവരെ താഴ്ത്തി കാണുന്ന ഒരു പ്രവണത നമുക്കുണ്ടായിരുന്നു. ലെതർ കൈകാര്യം ചെയ്യുന്നവരെ,
ആ, എന്താണ് മൃഗങ്ങളുടെയും തോല്. അതുകൊണ്ടാണ് ഈ പറയച്ചെണ്ട എന്ന് ആ പറയുന്ന ഒരു അതെ കാര്യം അതെ അതെ. ഒരു ഒപ്രസ്ഡ് കാസ്റ്റിന്റെ ചെണ്ടയായി മാറുകയും രണ്ടിലും യൂസ് ചെയ്യുന്ന തോലാണെന്ന് ആലോചിക്കണം. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇൻസ്ട്രുമെന്റ് ആയിട്ട്, ഒരു ഒപ്രസ്ഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയച്ചെണ്ട മാറുകയും, അല്ലാതെ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കൊട്ടുന്ന ചെണ്ട ഇടയ്ക്കൊക്കെ അതും തോല് വെച്ച് തന്നെയാണ് പക്ഷെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പക്ഷെ അത് സവർണ ചെണ്ടയാണ്. അങ്ങനെ അത് അസുരം ആദ്യം ഒന്ന് പേരുണ്ടെങ്കിലും ആ അത് ഹാൻഡിൽ ചെയ്യുന്ന കൈകൾ മിഡ് ഓർഡർ കാസ്റ്റുകളുടെയോ അപ്പർ കാസ്റ്റുകൾ, അതെ അതെ സോക്കോൾഡ് തീർച്ചയായിട്ടും. അപ്പർ കാസ്റ്റുകളുടെയോ ആയി മാറുമ്പോഴത്തേക്ക് ആ ചെണ്ടയുടെ മെറ്റീരിയാലിറ്റിക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. ഉം, ഉം. അവരതിന് തൊടുന്നുണ്ട്, പക്ഷെ അവർക്ക് അയിത്തം വരുന്നില്ല. അതെ അതെ. പക്ഷെ അപ്പൊ എങ്ങനെയാണ് അയിത്തം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ചില വസ്തുക്കളിലൂടെയാണോ അയിത്തം വരുന്നത്, അല്ലെങ്കിൽ ആ വസ്തു കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴത്തേക്ക് ആ വസ്തുവിന്റെ മെറ്റീരിയാലിറ്റിക്ക് വേറെന്തെങ്കിലും ഒക്കെ അതിന്റെ പുറത്ത് വേറെന്തെങ്കിലുമൊക്കെ ഇൻസ്ക്രൈബ്ഡ് ആകുന്നുണ്ടോ? ഉം, ഇതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പൂണൂല് നമുക്ക് വേഗം മനസ്സിലാകുന്ന ഉം, കാര്യമാണ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുന്ന ഉരുളി, ഗ്രാമഫോൺ, വെറ്റില ചെല്ലം, ഇതൊക്കെ നമ്മൾ ഷോക്കേസിൽ കാണിക്കുന്ന വെക്കുന്ന ശരിയാണ് സാധനങ്ങളാണ്. ശരിയാണ്. അതിനൊക്കെ ജാതി ചരിത്രങ്ങളുണ്ട്. ഉം, ഉം, വളരെ വലിയ ട്രോമയുടെ ചരിത്രങ്ങൾ ചിലപ്പം ഉണ്ടായിരിക്കും അതിന്റെ പുറകിൽ. ഉം, ഞാനിത് ചിരിച്ചിരിച്ച് പറയുന്നെങ്കിലും നമ്മൾ ആലോചിക്കണം. ആ, പല മനുഷ്യർക്കും നിഷിദ്ധമായ സ്വാതന്ത്ര്യങ്ങൾ, ഉം, ഇന്ന മെറ്റൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. ഇട്ടി അച്യുതൻ എന്ന് പറഞ്ഞ ഹോർത്തൂസ് മലബാർക്കസ് എന്ന് പറഞ്ഞ 12 വോള്യങ്ങളുള്ള ഒരു മഹത് ഗ്രന്ഥം ഉം, ഡച്ചുകാര് കേരളത്തിന്റെയും സൗത്ത് ഇന്ത്യയുടെയും ഫ്ലോറയും ഫൗണ്ടയും കുറിച്ച് ഒരു വലിയ 12 വോള്യം വർക്ക് ഉണ്ടാക്കാണ്. ഉം, മലയാള ലിപി ആദ്യമായിട്ട് പ്രിന്റ് കാണുന്നത് ഈ ഹോർത്തൂസ് മലബാർക്കസിലാണ്. ഉം, ഉം, അപ്പൊ അതിന് ഒറ്റൊരു ഫിസീഷ്യനാണ് ഇതിന്റെ ഒരു മേജർ ആയിട്ട് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് രാജാവ് പണ്ട് പട്ടും വളയും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉം, ഉം. ഉണ്ടായിരുന്നല്ലോ. തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹത്തിന് പട്ടും വളയും കൊടുക്കാൻ പറ്റും. അപ്പം സാധാരണ കൊടുക്കുന്ന എന്താ, പട്ടും സ്വർണ്ണ വളയാണ്. ആഹാ. പക്ഷെ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന എന്താ, പട്ടും ഒരു ഇരുമ്പിന്റെ വളയാണ്. ഉം, ഉം, കാരണം എന്താ, ഈഴവായിട്ട് ഒരാൾക്ക് സ്വർണ്ണവള കൊടുക്കാൻ പറ്റില്ല. ഉം, അപ്പൊ ഇത്രയും വലിയൊരു മഹത് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരാൾക്ക് വള കൊടുക്കുമ്പോൾ ഇരുമ്പിന്റെ വള, അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ഈ വള കണ്ടിട്ടുണ്ട്, ഉം, ഉം, പട്ടും കണ്ടിട്ടുണ്ട്. ഉം, അപ്പൊ ഒന്ന് ആലോചിക്കും, ആ ഒരു ലോഹത്തിനൊരു ചരിത്രമുണ്ട്. ഉം. ഈ സ്വർണ്ണം ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, വെള്ളി ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അയൺ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിങ്ങനെ വലിയൊരു മെറ്റീരിയൽ ചരിത്രം തന്നെയുണ്ട്. ഉം, ഉം, ഇപ്പൊ നമ്മൾ ആയുർവേദ ഫിസിഷ്യൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉം, ബ്ലഡ്, ബോഡിയിലെ പല ഫ്ലൂയിഡുമായിട്ട് അവർക്ക് സമ്പർക്കം വരുന്നത് കൊണ്ട് തന്നെ ഈ മൂസാട്ട് പോലെയുള്ള ആൾക്കാര് ഒരു പടി താഴോട്ട് നിർത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ആ ഫാമിലീസിലേക്ക് ഞാനൊരു റെക്കോർഡ് നോക്കിയപ്പോൾ പലപ്പോഴും കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉം, ബാക്കി അതേ ജാതിയിൽ തന്നെ ആയിരിക്കും, പക്ഷെ ആ സബ് കാസ്റ്റിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വിമുഖത കാണിക്കുന്ന മറ്റു ഫാമിലീസിന് നമുക്ക് കാണാൻ പറ്റും. ഉം. ഇതെല്ലാം തന്നെ ഇതിന്റെ ഒരു ബേസിക് ജാതിയുടെ ഒരു ഫൗണ്ടേഷണൽ കാര്യമായിട്ട് പലപ്പോഴും മെറ്റീരിയൽ ആയിട്ടുള്ള, വളരെ ഭൗതികമായിട്ടുള്ള, ഇന്റലക്ച്വൽ എന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല ഭൗതികം അതെ. അവിടെ യൂസ് ചെയ്യുന്നത്. ടാഞ്ചിബിലിറ്റി എന്നുള്ള, നമുക്ക് ഉം, തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഉം, വിഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനമാക്കിയും, അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ മാത്രമല്ല, ഉം, അതിനെ കാറ്റഗറൈസ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസത്തിലും അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ മാറ്റി നിർത്തപ്പെടുന്നത്. എന്നാൽ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ലോഹം എന്ന് പറയുന്ന സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള അതെ കാര്യമാണ്. അതെ അയൺ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള അതെ. കാര്യമാണ്. പക്ഷെ നിർമ്മിക്കുന്നവരെ, ഉം, അത് കൈകാര്യം ചെയ്യുന്നവരെ മാറ്റി നിർത്തുന്ന ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. ഉം, പക്ഷെ നമ്മളിത് അറിഞ്ഞോ അറിയാതെയോ ഇതിനോട് ഇത് വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങളും, നമ്മൾ ആന്റീക്ക് എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളിലും ഈ ജാതി എംബഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഉം, എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഉം, ഉം, അപ്പൊ ആ ഒരു ചരിത്രവും കൂടെ നമ്മളൊരു ഒരു കാര്യം ഒരു മ്യൂസിയത്തിൽ വെക്കുമ്പോൾ അതിന്റെ ഒരു സാമൂഹ്യ വശവും കൂടെ ഉൾക്കൊണ്ടിട്ട് വേണം മ്യൂസിയങ്ങൾ അതിന്റെ കഥ പറയാൻ. ശരി അല്ലെങ്കിൽ ശരി. നമ്മൾ എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഹെറിറ്റേജ് എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ആയിപ്പോകും. വളരെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്കൾ പറഞ്ഞപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട് ആ വിഷയത്തിലേക്ക്. നമ്മൾ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടില്ലല്ലോ, കാണുന്നുണ്ടല്ലോ, നമ്മൾ സ്ഥിരം കാണാറുള്ള, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്നതും കേൾക്കുന്നതുമാണ്, പക്ഷെ ഇത്രയും ചിന്തിക്കുന്നില്ല എന്നുള്ളിടത്താണ് താങ്കളുടെയും പ്രസക്തി ഏറുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞു ദളിത് അമ്മൂമ്മമാരോടൊക്കെ സംസാരിച്ച് കുറേ പേരുടെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്തെന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തരും ഓരോ ജീവിതാനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിലേറ്റവും മനസ്സിൽ തട്ടിയ, ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു അനുഭവം എന്തായിരിക്കും?
ഞാന് കൊടുങ്ങല്ലൂര് ഒരു ദളിത് ക്രിസ്ത്യൻ അമ്മൂമ്മയുടെ ആ, ഒരു ഇന്റർവ്യൂ ഉം. എടുക്കുമായിരുന്നു. അപ്പം ആ ഇന്റർവ്യൂവില് ആ അമ്മൂമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ, അത് ഞാൻ എൻ്റെ ബുക്കിലും എഴുതിയിട്ടുണ്ട്. ഉം. ആ അമ്മൂമ്മ പിന്നീട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്ന ഒരു അമ്മൂമ്മയാണ്. അപ്പൊ ആ അമ്മൂമ്മ ആ, നമുക്കൊക്കെ ആൽമരം എന്ന് പറഞ്ഞാല് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഉം. നമ്മൾ പലപ്പോഴും സെറീനിറ്റിയോട് ചേർത്ത് വായിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ഏറ്റവും സന്തോഷമുള്ള ഒരു സമാധാനത്തിന്റെ ഒരു ഒക്കെ അതെ. അല്ലെങ്കിൽ എന്താ അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടല്ലേ ആൽമരത്തെ കാണും. അതെ. അപ്പൊ ഈ ആൽത്തറയിൽ ഇരുന്ന് സംസാരിക്കുന്നത് അങ്ങനെ കുറെ നൊസ്റ്റാലജിയകളും നമുക്ക് മലയാളികൾക്ക് ഉണ്ടായിരിക്കും. ഉം. പല സിനിമകളിൽ തന്നെ നമുക്ക് ഈ ആൽമരത്തിന്റെ പലതിന്റെ പ്രതീകമായിട്ടൊക്കെ കാണിക്കുന്ന കാണാം. ഉം. ഈ അമ്മൂമ്മ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ആൽമരം കാണുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ ആ അമ്മൂമ്മ ഇതുപോലെ പല ആൾക്കാർ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ പണ്ട് പഞ്ചായത്തൊക്കെ നടന്നുകൊണ്ട് എനിക്ക് ഭയമാണ് ആൽമരം കാണുമ്പോൾ തോന്നുന്നത്. കാരണം ആൽത്തറയുടെ അടുത്തൂടെ നടക്കാൻ എന്നെ സ്കൂളിൽ പോകുന്ന വഴി ഒരു വലിയ ആൽമരം ഉണ്ടായിരുന്നു. ആ ആൽമരത്തിന്റെ അടുത്തൂടെ നടക്കാൻ എന്നെ എൻ്റെ അവരുടെ ജാതിയിൽപ്പെട്ട ആ, പറയാ സമുദായത്തിൽപ്പെട്ട ഒരു അമ്മൂമ്മയാണിത്. ആൾക്കാർ സമ്മതിക്കില്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ അമ്മൂമ്മയ്ക്ക് ഒന്ന് ആലോചിച്ച്, നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ പല വിഷ്വൽസും വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു വിഷ്വലാണ് ആൽമരം എന്ന് പറയുന്നത്. അതെ. നമുക്ക് ആൽമരത്തോട് തോന്നുന്ന, നമുക്ക് എന്ന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക്, ഉം. അല്ലെങ്കിൽ ഒരു ജനറൽ പെർസെപ്ഷനിൽ ഈ ആൽമരം കാണുന്ന ഒരു പ്രതീതി അല്ല ഒരു ഒപ്രസ്ഡ് കാസ്റ്റിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ പ്രതീതി. പിന്നീട് ഞാൻ ഈ ആൽമരങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ പർട്ടിക്കുലർലി വാമൊഴി പാരമ്പര്യത്തിൽ ഒരുപാട് കഥകളുണ്ട്. മതിലേരിക്കഞ്ഞി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുണ്ട്. അതിനകത്ത് പൂമാതയുടെ പാട്ടെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിനകത്ത് നമുക്ക് കാണാൻ പറ്റും ദളിത് സ്ത്രീകളെ പലപ്പോഴും ഇൻഫിഡിലിറ്റിയോ അല്ലെങ്കിൽ ഈ കുറച്ച് പ്രഭുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ജന്മിമാരായിട്ടുള്ളവർ ഇവരെ ഉപദ്രവിക്കാനും, അല്ലെങ്കിൽ ഇവരുമായിട്ട് റിലേഷൻഷിപ്സിൽ ഏർപ്പെടാൻ ശ്രമിച്ചിട്ട് അവർ വേണ്ടാന്ന് പറയുമ്പോൾ ഇവർ പല കേസുകളിൽ കുടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ആളുമായിട്ട് ഇൻഫിഡിലിറ്റി ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുടുക്കിയിട്ട് ഇവരുടെ മേൽ ആ കുറ്റം ആരോപിച്ചിട്ട് ഇവരെ ആൽമരത്തിൽ കെട്ടി ഇവരുടെ ഇതിപ്പം നമ്മുടെ ടെലിവിഷനിൽ പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ പുറത്ത് മുലക്കച്ചിക്ക് പകരം കച്ചി വെച്ച് കെട്ടിയിട്ട് ആ കച്ചിക്ക് തീ കൊളുത്തുമായിരുന്നു. ഉം. അപ്പൊ ഇങ്ങനെയും ഒരു ചരിത്രം ആൽമരങ്ങൾക്കുണ്ട്. പക്ഷെ ഈ ഒരു ചരിത്രം പലപ്പോഴും നമ്മൾ ഈ ആൽമരത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കാണുന്നില്ല. അപ്പൊ ഈ അമ്മൂമ്മയുടെ ആ ഒരു വാക്കിൽ നിന്നാണ് ഈ ആൽമരം കാണുമ്പോൾ എനിക്ക് ഭീതിയാണ് വരുന്നത്. കാരണം ഞങ്ങൾ പണ്ട് ഓടിച്ചിട്ടുള്ള, ഞങ്ങൾ ആ വഴി കൂടെ പോലും നടത്താൻ സമ്മതിക്കാത്തതിന്റെ ഒരു ഓർമ്മയാണ് ആൽമരം എനിക്ക് തരുന്നതെന്ന് പറഞ്ഞപ്പം അതെന്റെ ഒരു പെർസെപ്ഷനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തൊരു കാര്യമാണ്. എല്ലാ മനുഷ്യർക്കും എല്ലാ കാലഘട്ടങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുപോലെ അല്ല ഉം. എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ബോധ്യം തന്നെ. എൻ്റെ റിസർച്ചിന് ഞാൻ ഇന്നും പല കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് പല പെർസ്പെക്റ്റീവ്സിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ നോക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അതെന്ത് ഒരു പ്രൊഫസർ പഠിപ്പിച്ച ഒരു ജ്ഞാനത്തിനേക്കാളും വലിയൊരു തുറവിയായിരുന്നു എനിക്കത്. എവിടെയൊക്കെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോയതും അന്വേഷിച്ചതും ഒക്കെ? ഏതൊക്കെ സ്ഥലങ്ങളായിരുന്നു? കൗതുകം ഏറ്റവും തോന്നിയത് എവിടെയൊക്കെയായിരുന്നു? ഞാനിപ്പം എൻ്റെ റിസർച്ചിന് വേണ്ടി ഞാൻ പോയിട്ടുള്ളത് ചേർത്തല, ട്രിവാൻഡ്രം, തൃശ്ശൂർ, ആ, ആ, കോട്ടയം എന്നുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പം പോയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തിനും തന്നെ അതിൻ്റെതായ പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടെ എക്സ്പീരിയൻസിൽ ഒരുപാട് ഈ ഒപ്രഷന്റെ, അവരുടെ അടിച്ചമർത്തപ്പെടൽ എന്നുള്ള ഒരു ലാർജ് ത്രെഡ് നമുക്ക് ഇതിൽ എല്ലാത്തിലും കാണാൻ പറ്റും. പല രീതിയിലുള്ള, ഇപ്പൊ ഭൂമിരാഹിത്യത്തിന്റെ കഥ ഇവർ മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്. ഭൂസ്വത്ത് ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു ലോൺ പോലും കിട്ടാത്ത മക്കളെ പഠിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ഈട് വെക്കാൻ കാര്യമില്ല ഇവരുടെ അടുത്ത്. സ്വർണ്ണം ഇല്ല, സ്വർണ്ണം ഇടാൻ പറ്റില്ലായിരുന്നു, സ്വർണ്ണം മേടിക്കാൻ പറ്റില്ലായിരുന്നു. ഇതുപോലെ തന്നെ ഒരു ബാങ്കിൽ പോയി ഒരു ലോൺ എടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ആധുനികതയുടെ പല പല കാര്യങ്ങളും പറയുമ്പോൾ അതിന്റെ ഉപഭോക്താക്കളായിട്ട് അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് മാറാൻ സാധിക്കാത്ത വലിയൊരു ചരിത്ര പശ്ചാത്തലം ഈ ഭൂരാഹിത്യത്തിന് പറയാനുണ്ട്. അപ്പം പലപ്പോഴും ഇവരുടെ അധ്വാനം എന്ന് പറയുന്ന കാര്യത്തിനെ ഒരു ക്യാപിറ്റലാക്കി, ഒരു മൂലധനമാക്കി ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ആ മൂലധനത്തിനെയാണ് പിന്നെ ഇവരുടെ ഒരു മക്കളുടെ
ഈ മക്കളുടെ ക്യാപിറ്റലായിട്ട് ഇവർ മാറ്റുന്നത്. എനിക്ക് അതില് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ എന്റെ ഫാമിലി ഉൾപ്പെടെ ഞാൻ പറയാണ്, ഞാനൊരു ദളിത് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. ആ, ആ, ഇതൊരു കോമൺ പാറ്റേൺ നമുക്ക് കാണുന്നത് എഡ്യൂക്കേഷൻ വളരെ വലിയ രീതിയിൽ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പൊട്ടൻഷ്യൽ, അതെങ്ങനെയാണ് ജീവിതങ്ങളെ മാറ്റി മറിക്കുന്നത്, അതെങ്ങനെയാണ് ആൾക്കാരെ ഉയരങ്ങളിൽ എത്തുന്നത്, അവരുടെ സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ടുമുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് അതിൽ ഭയങ്കര അത്ഭുതം തോന്നിയത് ഈ കുറേ ഇതിൽ അമ്മൂമ്മമാരൊന്നും മേ ബി 5ാം ക്ലാസ് വരെ പഠിച്ചവരുണ്ട്, 6ാം ക്ലാസ് വരെ പഠിച്ചവരുണ്ട്, പിന്നീട് ഉള്ള ഒരു ജനറേഷൻ 10ാം ക്ലാസ് ഒക്കെ വരെ പഠിച്ച 70 വയസ്സ് 60 വയസ്സ് റേഞ്ചിലുള്ളവരൊക്കെ 10ാം ക്ലാസ് ഒക്കെ വെച്ചപ്പോൾ. പക്ഷെ ഇവര് എല്ലാവരും പറയുന്ന, ഇവർക്ക് അഭ്യസ്ത വിദ്യരാണെങ്കിലും അല്ലെങ്കിലും എല്ലാരും പറയുന്ന കുട്ടികൾ പഠിക്കണം, പഠനത്തിലൂടെ മുമ്പോട്ട് പോകണം. പിന്നെ ഞാൻ ട്രിവാൻഡ്രം പ്രദേശങ്ങളിൽ കുറെ ദളിത് അമ്മമാരെ ഇതുപോലെ ചെയ്തപ്പോ ഇവരെല്ലാം തന്നെ മഹാത്മായങ്കളെ കുറിച്ച് പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര, ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷെ അവർ പലവരും യജമാനെന്ന് വിളിക്കുന്ന മഹാത്മാക്കളെ എങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ യജമാൻ വന്നു കണ്ടു മഹാത്മായങ്കൾ. അതിൽ ഒരമ്മൂമ്മ എന്നോട് പറഞ്ഞ ഒരു സ്റ്റോറി ഇങ്ങനെയാണ്: എന്റെ മക്കളെ ഞാൻ മുത്തുമാല പോലും ഇടാൻ സമ്മതിക്കില്ല. എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. കാരണം കല്ലുമാല സമരമൊക്കെ നടക്കുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന അതിൽ പങ്കെടുത്ത ഒരു അമ്മൂമ്മയുടെ മകളായിട്ടുള്ള ഒരു അമ്മൂമ്മയാണ്. ആ അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞത്, പണ്ട് നമ്മളെ അടിമത്തത്തിൽ വെച്ചോണ്ടിരുന്ന സമയത്ത് ഈ മാല ഇട്ടുകൊണ്ടിരുന്നത്, ഇനി നമ്മൾ ഇടുകയാണെങ്കിൽ നമ്മൾ സ്വർണ്ണമാല ഇടാവുള്ളൂ, നമ്മൾ മുത്തുമാല പോലും ഇടരുത്. അപ്പൊ അത്രയ്ക്കൊരു സ്പിരിറ്റുള്ള കുറെ വളരെ വോക്കലായിട്ടുള്ള, നമ്മൾ ഈ സാധാരണ കാണുന്ന കരഞ്ഞു ടെയിൽസ് ഉണ്ടല്ലോ, ഈ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളല്ലാത്ത പൊരുതിയ സ്ത്രീകളുടെ കുറെ പേരുടെ റെക്കോർഡിങ്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു, എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫിലും നമ്മൾ എന്ത് കാര്യം വന്നാലും ഫൈറ്റ് ചെയ്ത് നിൽക്കണം. കാരണം നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിന് എത്രയോ അപ്പുറമുള്ള അടിച്ചമർത്തലും വിവേചനവും ഒക്കെ സഹിച്ച അതിൽ നിന്ന് വെളിയിൽ വന്ന ഒരു ജനതയെ നമുക്ക് ഇവരുടെ വാക്കുകളിലൂടെ കാണാൻ പറ്റും. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. എനിക്ക് പേഴ്സണലി വലിയ പ്രശ്നങ്ങൾ വരുമ്പോ പോലും ഞാനിപ്പോ ആലോചിക്കുന്നതാണ്. എന്റെ ഗോമതി എന്ന് പറഞ്ഞൊരു അമ്മൂമ്മയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗോമതി അമ്മൂമ്മ പറയായിരുന്നു, അവര് 14 വയസ്സിലോ 15 വയസ്സിലോ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അതിന്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി. അത് കഴിഞ്ഞ് 4 മക്കളാണ്. ആ 4 മക്കളെയും ഈ അമ്മൂമ്മ ഒറ്റയ്ക്ക് പഠിച്ച് മുറം നെയ്യുന്ന ജോലിയാണ് അമ്മൂമ്മയ്ക്ക്. പഠിപ്പിച്ച് വലിയ നിലയിൽ. എന്നിട്ടും ഈ അമ്മൂമ്മയ്ക്ക് ഇന്നും മുറം നെയ്യാൻ ഇഷ്ടമാണ്. അത് പക്ഷെ അവർക്ക് ഇന്ന് മുറം നെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യമുള്ളത് കൊണ്ടല്ല, ആ വർക്ക് ഒരു ഡിഗ്നിറ്റി കണ്ടെത്തുന്നത് കൊണ്ടാണ്. അവരെന്നോട് പറഞ്ഞ, ഇതുകൊണ്ടാണ് എന്റെ മക്കള് ഇന്ന് ഈ നിലയിൽ എത്തിയത്, ഞാൻ ഇനി ഇത് ചെയ്യും എന്നുള്ളത്. അപ്പൊ എനിക്കത് ഇറ്റ് വാസ് എ വെരി ബിഗ് ലെസൺ ഫോർ മീ അബൌട്ട് വർക്ക് എത്തിക്. നമ്മൾ പലപ്പോഴും പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ നമ്മളുണ്ടല്ലോ. പൈസയ്ക്ക് വേണ്ടിയല്ല, എനിക്ക് ഡിഗ്നിറ്റി തരുന്നത് ജോലിയാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടല്ലോ. അത് ശരിക്കും ഒരു 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 ജ്ഞാനത്തിന്റെ ഒരു പ്രസ്താവനയും കൂടെയാണത്. ഇതുപോലെ വേറൊരു പ്രൊജക്റ്റ് ആണ് ഈ ദളിത് വിമൻ നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദളിത് സ്ത്രീകളുടെയും ദളിത് മനുഷ്യരുടെയും ജനറൽ ഇടയിലുള്ള ജ്ഞാനോൽപാദനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതോടെ അടുത്ത പ്രൊജക്റ്റ് ആയിട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്തൊരു ചോദ്യം കൂടി. നമ്മൾ ചെറിയൊരു കുട്ടിയോട് ചോദിച്ചാലും അവർ പറയും, എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാണ് സ്കൂളിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ ജോലി വാങ്ങാനെന്ന് പറയും. നമ്മുടെ എഡ്യൂക്കേഷൻ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതൊരു വളരെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എംപ്ലോയബിലിറ്റി ഇപ്പം നമ്മുടെ NEP വന്നു കഴിഞ്ഞതിൽ പിന്നെ വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷെ എംപ്ലോയബിലിറ്റി ആവശ്യമില്ലെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മുടെ പഠന മേഖലകളെയൊക്കെ തന്നെ ജോലി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പരിധി വരെ മാറ്റേണ്ട ആവശ്യമുണ്ട്. ബട്ട് അത് പറയുമ്പോൾ തന്നെ പലപ്പോഴും ജ്ഞാനത്തിന് അതിൻ്റെതായ ഒരു ഇൻഹറന്റ് വാല്യൂ ഉണ്ട്, അതിൻ്റെതായ മൂല്യമുണ്ട്. റിസർച്ചിന്, ഗവേഷണത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്. ഈ ജ്ഞാനോൽപാദനത്തിനോ ഗവേഷണത്തിനോ അധികം പ്രാധാന്യം
നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഏറ്റവും വേഗം ജോലി കിട്ടാൻ വേണ്ടി ആണ് പഠിക്കുന്നത്. നേരത്തെ ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ജോലി കിട്ടാൻ പഠിക്കുന്നു. ഞാൻ സമൂഹത്തിന് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പഠിക്കുന്നത് എന്ന് എന്നുള്ളൊരു ബോധം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പലപ്പോഴും പറ്റുന്നില്ലല്ലോ. അതെനിക്ക് വലിയ സങ്കടമായിട്ട് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വെസ്റ്റിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ എന്താണ് അമേരിക്കയിൽ എന്ത് നടക്കുന്നു അതിന്റെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇവിടെ തന്നെ ജ്ഞാനോൽപാദനം നടന്നിരുന്നിട്ട് ഉള്ള ഒരു വലിയ കാലഘട്ടം നമുക്കുണ്ടല്ലോ. അതിനെ കൂടി സംശീകരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, എല്ലാവരിലേക്കും ഈ വിദ്യാഭ്യാസം എങ്ങനെ എത്തിക്കാൻ പറ്റും. ഇത് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ ചേർത്ത് വെച്ച് പറയേണ്ടത്, പലപ്പോഴും പർട്ടിക്കുലർലി മലയാളീസിനും ഇൻ ജനറൽ ഇന്ത്യൻസിന്റെ ഇടയ്ക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗും മെഡിസിനും കഴിഞ്ഞ് വേറൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങനെ അവെയർ അല്ല. നമ്മൾ ഒരുപാട് അവയർനെസ് സെമിനാർസിന് ഞാൻ തന്നെ പോകാറുണ്ട്. ബട്ട് അറ്റ് സെയിം ടൈം അങ്ങനെ നടക്കുന്നുണ്ട്. എന്നാലും പാരന്റ്സിന് പലപ്പോഴും ഒരു പേടിയാണ് കുട്ടിയെ എഞ്ചിനീയറിംഗിനും മെഡിസിനും അല്ലാതെ വേറൊരു കാര്യത്തിന് വിടാൻ. പക്ഷെ ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പെർട്ടിക്കുലർലി നമ്മുടെ കേരള പോലൊരു സ്റ്റേറ്റ് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു കുട്ടിക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആകണം, അല്ലെങ്കിൽ നല്ലൊരു ജേർണലിസ്റ്റ് ആകണം, നല്ലൊരു കഥാകാരി ആകണം എന്ന് പറഞ്ഞാൽ എത്ര പാരന്റ്സ് പറയും ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ആദ്യം പറയും നീ പഠിച്ചൊരു ജോലി മേടിക്കുക, അത് കഴിഞ്ഞിട്ട് നീ കഥാകാരി ആയിക്കോളാം പറയും. അത് മാറണമല്ലോ നമുക്ക്. കാരണം ഭയങ്കര പെർട്ടിക്കുലർലി ഇപ്പം ഉള്ളൊരു ലോകം, സോഷ്യൽ മീഡിയ ഒക്കെ എത്ര വളർന്ന ഒരു ലോകത്ത് ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ കഥാകാരും അഡ്വക്കേറ്റ്സും ഗവേഷകരും സയന്റിസ്റ്റുകളും ഒക്കെ ആയിട്ട് വളരണം. ഒരു ഒന്നോ രണ്ടോ സാധ്യതകളിലേക്ക് മാത്രം നമ്മുടെ പക്ഷെ അത് കുട്ടികളെ എന്തുകൊണ്ടാണ് ചിന്തിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ അവിടെ പാരന്റ്സിനെ അലട്ടുന്നുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ നമുക്ക്? നമ്മൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അഭിരുചി അനുസരിച്ച്, ഇപ്പൊ അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ ആണ് ഞാനെന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ചരിത്രം പഠിക്കാനുള്ള എല്ലാ എൻകറേജ്മെന്റ്, പർട്ടിക്കുലർലി എന്റെ അമ്മയുടെ കാര്യത്തിൽ എന്റെ എൻകറേജ്മെന്റ് തന്നെയാണ്. അവര് ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ, നീ പഠിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നീ പഠിക്കുക എന്നുള്ളത്. അന്നും എന്നെ ഡിസ്കറേജ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്ക് 10th-ലും 12th-ലും എനിക്ക് 95% അബവ് മാർക്ക്. ഇതിപ്പോ ഞാൻ എന്റെ ഇത് പറയാൻ വേണ്ടി പറയുന്നതല്ല, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. മാർക്കുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും സയൻസ് എടുക്കാൻ പറഞ്ഞപ്പോഴും എനിക്ക് 8ാം ക്ലാസ് തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചരിത്രം. അപ്പൊ ഞാൻ അങ്ങനെ ചരിത്രം എടുക്കുകയും അതിന് ഏറ്റവും നല്ല സ്ഥലം ഇവിടെ പോയി പഠിക്കാം എന്നുള്ളത്. അപ്പൊ എന്റെ അമ്മ അതിന് പല ആൾക്കാരുടെ അമ്മയ്ക്ക് അങ്ങനെ ഒരുപാട് വലിയ സോഷ്യൽ സർക്കിളൊന്നും ഇല്ല, അങ്ങനെ ഒരാളല്ല. എന്നിട്ട് പോലും അമ്മ ചോദിച്ച് മനസ്സിലാക്കുകയാണ് എവിടെ പോയി പഠിക്കാം. അപ്പൊ അങ്ങനെ JNU പോയി പഠിക്കാം എന്ന് മനസ്സിലാക്കി അങ്ങനെ JNU പോയി പഠിക്കുകയാണ്. അവിടെ നിന്ന് പിന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. അത് എന്റെ മാത്രം സ്റ്റോറി അല്ല കേട്ടോ, അവിടെ JNU വന്ന ഒരുപാട് എന്റെ സുഹൃത്തുക്കളുടെയും കൂടെ സ്റ്റോറിയാണ്. അവിടെ വരുമ്പോൾ നമുക്കൊരു വേറൊരു എക്സ്പോഷർ കിട്ടുകയാണ്, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയാണ്, പല സ്കോളർഷിപ്പുകളെ കുറിച്ച് നമ്മൾ അറിയുകയാണ്, നമ്മുടെ സബ്ജക്റ്റിനെ തന്നെ കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. അപ്പം ഇത് ഓരോ സബ്ജക്റ്റിലൂടെയും സാധ്യമാണ്. പക്ഷെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുകയും അതിനുള്ള അവയർനെസ് നമ്മുടെ പാരന്റ്സ് വരെ എത്തണമെന്നും അങ്ങനെ ഒരു ആഗ്രഹവും കൂടെ എനിക്കുണ്ട്. അവിടെ ഒരു ചോദ്യമുള്ളത് ഉപരിപഠനത്തിന്റെ കാര്യമാണ്. ഇപ്പോൾ തീരുമാനങ്ങൾ, ഒരു കുഞ്ഞുണ്ടായി തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആളുകൾ ആലോചിക്കുന്നത് ഉപരിപഠനം കേരളത്തിൽ വേണോ, പുറത്തേക്ക് പോയാലല്ലേ കൂടുതൽ സാധ്യതകൾ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ ഉപരിപഠനം നമ്മൾ ഇവിടെ ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ സർക്കാരും കൂടി ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമല്ലേ അത്? എനിക്ക് തോന്നുന്നു കേരള സർക്കാർ പല രീതിയിൽ അതിനെക്കുറിച്ചുള്ള കോൺക്ലേവുകൾ, സ്കിൽ കേരള പോലെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് തന്നെയാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉപരിപഠനത്തെ കുറിച്ച് തന്നെ വിഷൻ 2030 എന്ന് പറഞ്ഞൊരു 2031 ആണെന്ന് പറഞ്ഞു ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ചകൾ ഡെഫിനറ്റ്ലി നടക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നത് നമുക്ക് സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സിന്റെ വലിയ ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റികളുണ്ട്, മിക്ക യൂണിവേഴ്സിറ്റിയിലെ സിലബസ് ഒക്കെ നല്ല സിലബസുകളാണ്. പക്ഷെ സ്പെഷ്യലൈസ്ഡ് സെന്റേഴ്സ് ഓഫ് സ്റ്റഡി
ഇപ്പൊ ഞാൻ മറ്റ് ഇന്റർനാഷണൽ കോൺഫറൻസസിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും അവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഗവേഷകരൊക്കെ ഒരു പർട്ടിക്കുലർ ഇപ്പൊ സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് മെഡിസിന്റെ ചരിത്രത്തിന് വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് സെന്റർ ഉണ്ടാകുകയാണ്. നമുക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ വിഷയത്തിൽ പറയാണ്, അല്ലെങ്കിൽ ഇപ്പൊ AI പഠനത്തിന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യലൈസ്ഡ് സെന്റർ, അല്ലെങ്കിൽ AI ആൻഡ് ടൂറിസം എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് സെന്റർ, എന്നിട്ട് അതിൽ പല പല മേഖലയിലുള്ള എക്സ്പേർട്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അവിടെ ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കുക. അങ്ങനെ സൂപ്പർ സ്പെഷ്യലൈസേഷന്റെ സാധ്യതകൾ നമ്മൾ ആരാഞ്ഞിട്ടില്ല. അത് ആരായുന്ന വലിയ നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പുതിയ പുതിയ റിസർച്ച് ഇന്നോവേഷൻസ് ഉണ്ടാകാനും അത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ തന്നെ വെളിയിൽ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്ന സ്റ്റുഡൻസ് പലപ്പോഴും അവരുടെ ഒരു 8ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഏത് ജോലിയായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അപ്പൊ അവർക്ക് സോഷ്യൽ സയൻസ് ആണോ മാത്തമാറ്റിക്സ് ആണോ ലാംഗ്വേജ് ആണോ ഏതാണ് നല്ലതെന്ന് അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി അവർക്ക് തന്നെ മനസ്സിലാകും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഇതൊരു 3-4 പ്രാവശ്യം പല ക്ലാസ്സുകളിലേക്ക് നടത്തുകയാണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാകും, ആ കുട്ടിയുടെ പാരന്റ്സിന് മനസ്സിലാകും എന്റെ അഭിരുചി ഇതാണെന്ന്. പലപ്പോഴും കുട്ടികൾക്ക് തന്നെ അവരുടെ അഭിരുചി എന്താണെന്ന് തിരിച്ചറിയാൻ വളരെ ഡിഫിക്കൽട്ടാണ്. എന്നിപ്പോ 12ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ FIUGPയിലൊക്കെ ചേരുന്ന പല കുട്ടികളും ഏത് കോഴ്സ് എടുക്കണം എന്നവർ കൺഫ്യൂസ്ഡ് ആണ്. ഇതൊരു സ്കൂൾ തലത്തിലെ ഇതാണ് നിങ്ങളുടെ അഭിരുചി എന്ന് ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും അല്ലെ, കൂടുതൽ കുറച്ച് നേരത്തെ എത്താൻ പറ്റും, അത് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് പഠിച്ചാൽ അതിന്റെ ഏറ്റവും ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല പൊട്ടൻഷ്യലിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങൾക്ക് ഇത്രയും സമയം തന്നതിനൊപ്പം എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ന്യൂസ് 18 വക, ന്യൂസ് 3 വക. എനിക്ക് ന്യൂസ് 18നോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. എന്നെ ഒരുപാട് പ്രോഗ്രാംസിന് വിളിക്കുകയും എൻകറേജ് ചെയ്ത ഒരു ചാനലും കൂടിയാണ് ന്യൂസ് 18. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഇടവേള.